റോഷിപാൽ, ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഞങ്ങളുടെ സ്വന്തം മാധ്യമപ്രവർത്തകൻ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. മണിക്കൂറുകൾ പലത് പിന്നിട്ടു, ഒരു ദിവസമാകാൻ പോകുന്നു. അതായത് 24 മണിക്കൂർ തികയാൻ ഇനി കുറച്ച് മണിക്കൂർ കൂടി പിന്നിട്ടാൽ മതി റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. പുറത്തു വരട്ടെ എന്നായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പുറത്തു വരാനും വായിക്കാനും ഒക്കെയുള്ള സമയവുമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇനിയും ഒരു അമാന്തം? സുജയ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരാതി വരട്ടെ, ഈ മൊഴി നൽകിയവർ പരാതിയുമായി വരട്ടെ എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്ന സൂചനകൾ. പക്ഷേ ഇതിൽ നിയമസാധ്യത ഒരു ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട്. കാരണം കടുത്ത സമ്മർദ്ദം വന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തന്നെ പരാതി പോലീസ് മേധാവിക്ക് നൽകി. ഒപ്പം വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇനി WCC, ഈ ഒരു റിപ്പോർട്ടിന് കാരണമായ WCC എന്ന സംഘടന, അവർ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുറത്തു വന്ന 233 പേജിന് അപ്പുറത്തേക്കുള്ള ഈ സംഗ്രഹത്തിലെ മറ്റു പേജുകൾ, ആ പേജുകൾക്ക് പുറമെ തെളിവുകൾ, മൊഴികൾ, മൊഴി പകർപ്പുകൾ, ഇങ്ങനെ കുറേ തെളിവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ, സാംസ്കാരിക വകുപ്പിന് കയ്യിൽ ഇപ്പോഴുമുണ്ട്. ഈ തെളിവുകളും ആ മൊഴികളും ഒക്കെ പരിശോധിക്കുകയാണ്. വി ഡി സതീശന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കൃത്യമായ പരാതിയിലേക്ക് ഇന്നലെ 3:45 തന്നെ കടന്നിട്ടുണ്ട്. DGPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരകളായവർ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിയമവിദഗ്ധരും അതുതന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമല്ലേ മുന്നിലുള്ളത്? റോഷിപാൽ, സുജയ, DGPക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നൽകിയ പരാതി തുടർ നടപടിക്കായി ADGP ലോ ആൻഡ് ഓർഡറിന് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെ ഉച്ചയോടെ ഏതാണ്ട് റിപ്പോർട്ട് പുറത്തു വന്ന അരമണിക്കൂർ പിന്നിടുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ സംഭവത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ അതിലെ കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ആ പരാതിയിലാണ് ഇപ്പോൾ DGPയുടെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത്. DGP ആ പരാതി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ADGPക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊപ്പം തന്നെയാണ് ഈ പരാതിയിൽ സ്വമേധയാ കേസെടുക്കുക, ഈ ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാരും തയ്യാറായിരിക്കുന്നു. ഒരു ഭാഗത്ത് ആ നിയമപരിശോധന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അതിലെ തുടർ നടപടി സ്വീകരിക്കാനുള്ള നിയമപരിശോധന, സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യത. പക്ഷേ ഇപ്പോഴും കൂടുതൽ ആലോചിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൈവശമിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് നിയമ നടപടികൾക്ക് തുടക്കമിടാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ആ തരത്തിലാണ് ഉയർന്നു വരുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയായുധമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. അന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു എന്ന ഒറ്റ വാദം മാത്രമാണ് ന്യായീകരണത്തിനായി, ഈ 4 വർഷക്കാലം റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ ന്യായീകരണത്തിനായി സർക്കാർ പറയുന്നത്. പക്ഷേ അതിൽ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന മൊഴികൾ ഉണ്ടായിരുന്നു. ആ മൊഴികൾ എങ്ങനെ അത് മറച്ചു വെക്കാൻ കഴിയും? അത് തുടർ നടപടി സ്വീകരിക്കാതിരിക്കാൻ സർക്കാരിന്, നിയമ സംവിധാനത്തിന് കഴിയും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും 2 മന്ത്രിമാർ. ഒന്ന് അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലൻ, ഇപ്പോൾ അതിനുശേഷം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഈ 2 പേർ ഈ ചുമതല അവരുടെ വകുപ്പിലാണ്. ആ വകുപ്പിലാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആ മൊഴികളുടെ, ആ തെളിവുകളുടെ കസ്റ്റോഡിയൻ അവർ തന്നെയാണ്. സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിക്കാണ് ഇത് സൂക്ഷിച്ചു വെക്കേണ്ട ചുമതലയുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിലെ പുറത്തുവരാത്ത ഭാഗങ്ങളും പുറത്തുവരാത്ത തെളിവുകളും പുറത്തുവരാത്ത മൊഴിപ്പകർപ്പുകളും പരിശോധിച്ച് നിയമ നടപടി ഉടൻ തുടങ്ങിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും സർക്കാരിന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. സർക്കാർ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇത് പ്രതിപക്ഷം ആയുധമാക്കി മുന്നോട്ടേക്ക് പോകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൻ്റെ സൂചനയായിരുന്നു ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ്റെ പരാതി. ആ പരാതിയിൽ ഇനി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാർ സ്വീകരിക്കുന്ന നടപടി ഏറ്റവും നിർണായകമാണ്. പക്ഷേ ആ കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പച്ചക്കൊടി അനിവാര്യമാണ്. കാരണം അത്രയേറെ സമ്മർദ്ദമുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പുറത്ത് വിടുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി റിപ്പോർട്ടിലെ പോലീസ് നടപടി, നിയമപരമായ നടപടിക്ക് സ്വാഭാവികമായി അതിനെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും 20 മണിക്കൂർ പിന്നിടുന്നു. 2:30 ആകുമ്പോൾ 24 മണിക്കൂറാകും. ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം കേരളത്തിൽ ഒരു തൊഴിൽ
തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടും അതിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്തത് സ്വാഭാവികമായും വലിയ വിമർശനത്തിന് ഇപ്പോൾ തന്നെ ഇടയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് അറിയണം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? ഒപ്പം നിയമമന്ത്രി ഇക്കാര്യത്തിൽ പരിശോധന പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പരിശോധന ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരങ്ങളാണ്. കാരണം രാവിലെ തന്നെ ആ തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. നിയമപരിശോധനയ്ക്കൊപ്പം തന്നെ മറ്റു വകുപ്പുകളും നിയമവകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പരിശോധനയുണ്ടാവും. സാംസ്കാരിക വകുപ്പ് ആ തരത്തിൽ പരിശോധന നടത്തുന്നു. ഇനി ഇത്തരം ചൂഷണങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രതിരോധം ഉയർത്താനാണ് സാംസ്കാരിക വകുപ്പ് തീരുമാനമെടുത്തതെങ്കിൽ ആഭ്യന്തര വകുപ്പും നിയമവകുപ്പും ഇതിൽ എന്ത് തുടർ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന പരിശോധനയിലേക്കാണ് കടക്കുന്നത്. പക്ഷേ തെളിവുകളുണ്ട് സുജയ. ആ തെളിവുകൾ ഭദ്രമായി തന്നെ സാംസ്കാരിക കാര്യ വകുപ്പിന് പക്കമുണ്ട്. ഒപ്പം ഈ തെളിവുകൾക്കൊപ്പം മൊഴികളുണ്ട്. ഈ മൊഴി നൽകിയ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരുണ്ട്. അവരുടെ മൊഴികളൊക്കെ വളരെ സുരക്ഷിതമായി ഇപ്പോഴും കിടക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ തെളിവുകളാണ് മൊഴികൾ എമ്പാടുമുള്ളത്. ആരാണ് ഈ പറഞ്ഞ വലിയ വേട്ടയാടലിന്, ക്രൂരമായ പീഡനത്തിന് നേതൃത്വം നൽകിയതെന്ന ഈ മൊഴികളിൽ വ്യക്തമാണ്. അതിനൊപ്പം അവർ നൽകിയ തെളിവുകളും കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ആരാണ് ചൂഷണം നടത്തുന്നത്, ആരാണ് ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമാകാൻ കൂടുതൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അത് പരിശോധിച്ചാൽ മതി. ആ മൊഴികളും തെളിവുകളും പരിശോധിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി മറ്റൊരു പരാതിയുടെ ആവശ്യമുണ്ടാകില്ല. ഏതായാലും നിയമപരിശോധനയിൽ എന്താണ് സർക്കാർ തീരുമാനമെടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. റോഷിപാൽ, ഇപ്പോൾ പുറത്തുവിടാത്ത പേജുകൾ 295 പേജുകളുള്ള സമഗ്രമായ റിപ്പോർട്ട്, അതിൽ എക്സിബിറ്റ്സ് അടക്കമുണ്ട്. എക്സിബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്ത തെളിവുകൾ, അതിൽ വീഡിയോ ക്ലിപ്സ് ഉണ്ട്, ഓഡിയോ ക്ലിപ്സ് ഉണ്ട്, സെക്സ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളുണ്ട്, എവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം റെക്കോർഡിങ്സ് ഉണ്ട്. ഒപ്പം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു ഈ മൊഴി രേഖപ്പെടുത്താൻ വന്ന ആളുകളുടെ എല്ലാം കമ്മീഷൻ എടുത്തത്. അതും ഈ കമ്മിറ്റി കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തു വന്നതിനേക്കാൾ 65 പേജുകൾ അല്ലെങ്കിൽ 62 പേജുകൾ, അത്രയും പേജുകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ റോഷിപാൽ, അത് പുറത്തേക്ക് വിടരുത് എന്നത് മാത്രമാണ് RTA അനുസരിച്ചുള്ള നിബന്ധന. പക്ഷേ പരിശോധിക്കപ്പെടാൻ, അത് നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ആ ഭാഗത്ത് നിൽക്കുകയല്ല. ഇനിയിപ്പോൾ 4.5 വർഷം മുൻപ് മൊഴി നൽകിയ അതേ സ്ത്രീ വന്ന പോലീസിൽ ഔദ്യോഗികമായി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താലേ കേസെടുക്കൂ. അങ്ങനെ ഒരു കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇതിൽ സാങ്കേതികത്വമാണ് ഉയർത്തുന്നത് സർക്കാർ. കാരണം ഒന്ന്, സ്വാഭാവികമായും പീഡന കേസുകൾ, അതിൻ്റെ അന്വേഷണമായാലും അതിൻ്റെ കോടതി നടപടികളൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും ഇതിൻ്റെ അന്വേഷണം, പുറത്തു വരാത്ത രേഖകൾ അല്ലെങ്കിൽ മൊഴികൾ, തെളിവുകൾ, അത് നിയമ നടപടി നടത്തുമ്പോൾ സ്വാഭാവികമായി അത് പുറത്തു വരില്ല. അത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, ലൈംഗികാതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതൊക്കെ അന്വേഷിക്കുന്ന സംഘത്തിന് അവർക്ക് കൃത്യമായ നിയമം അറിയാം. അവർ അത് രഹസ്യമായി സൂക്ഷിക്കും. ഇത് ഇത്തരം അതിക്രമം നടന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു. എന്നിട്ടും അതിൽ എന്തുകൊണ്ട് ഈ അതിക്രമം നടത്തിയവർക്കെതിരെ, സ്ത്രീകൾക്കെതിരെ, നിരന്തരം അതിക്രമം നടത്തിയവർക്കെതിരെ നിയമ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നില്ല എന്ന ചോദ്യമാണ്. കാരണം ഇതിൻ്റെ തെളിവുകൾ സർക്കാരിൻ്റെ പക്കൽ തന്നെയാണുള്ളത്. അത് മറ്റെവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടില്ല. അത് സർക്കാരിൻ്റെ പക്കൽ തന്നെ, സാംസ്കാരിക വകുപ്പിൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കേസെടുത്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിന് അന്വേഷണം നടത്തുന്നില്ല എന്ന ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. കാരണം ക്രൂരമായ വേട്ടയാടലുകൾ, ക്രൂരമായ പീഡനങ്ങൾ, തൊഴിൽ പീഡനങ്ങൾ, ചൂഷണങ്ങൾ എല്ലാം സിനിമാ മേഖലയിൽ ഒരു വിഭാഗം സിനിമാ താരങ്ങൾ, ഒരു വിഭാഗം വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ നിരന്തരം നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ രേഖകൾ കൈവശമുള്ള സ്ഥിതിയിൽ, അതിൻ്റെ തെളിവുകൾ കൈവശമുള്ള സ്ഥിതിയിൽ സർക്കാരിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോഴും കേസെടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം നടത്താൻ മടിക്കുന്നത് എന്നതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്. ഏതായാലും നിയമപരിശോധന നടത്തുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള പരാതി, അല്ലെങ്കിൽ പരാതി വരാതെ തന്നെ സ്വമേധയാ, കാരണം അതിൽ പോക്സോ കേസെടുക്കാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പുറത്തു വന്ന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിലൊന്നും പരാതിയുടെ ആവശ്യം പോലുമില്ല. ഇതിലൊക്കെ നേരിട്ട് തന്നെ നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കും. അതുകൊണ്ട് ഇത്തരം ചൂഷണം നടന്ന സാഹചര്യത്തിൽ അതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതിൽ മറ്റൊരു പരാതിയുടെ ആവശ്യമില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യത്തിന് മാത്രമാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. സുജയ.
ഓക്കെ, സിനിമ എന്ന മായാലോകം പേരും പെരുമയും ആരാധകരും മാത്രം നിറഞ്ഞതല്ല, ഇതുപോലെയുള്ള പുഴുക്കുത്തുകളുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാൽ പുഴുക്കുത്തുകളുണ്ട്. അത് വെളിപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ഒരു കമ്മിറ്റി പഠനം നടത്തി സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതിൽ സർക്കാർ എടുക്കുന്ന നടപടി എന്ത്? വെറും ഒരു പ്രഹസനമായി 1,06,00,000 രൂപ ചെലവിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച, കമ്മിറ്റി പണിയെടുത്ത് അവർ തന്നെ ടൈപ്പ് ചെയ്ത് ഇത്രയും പേജുകളുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതയെല്ലാം മാനിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ പുറത്തു നിൽക്കുകയാണ്. ഇനിയും സർക്കാർ ഇതിൽ ഉടനടി ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ എന്താണ് താല്പര്യം എന്ന ചോദ്യം ശക്തമായി തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും. ആ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സർക്കാർ ആക്ട് ചെയ്യുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. നിയമവിദഗ്ധരും